പ്രകൃതി മനോഹരമായി അണിയിച്ചൊരുക്കിയ ഒരു കൊച്ചു ഗ്രാമം. ഓക്കുമരങ്ങളും ഒലിവ് മരങ്ങളും ഇടതൂർന്നു വളരുന്ന താഴ്വരകൾ, പച്ചവിരിച്ച മൊട്ടക്കുന്നുകൾ, അങ്ങിങ്ങായി കാണുന്ന കൊച്ചു കൊച്ചു മൺകുടിലുകളും കളകളം പാടി ഒഴുകുന്ന കൊച്ചരുവികളും, പാതയോരത്ത് വിരിഞ്ഞു നിൽക്കുന്ന നാനാവർണ്ണ കുസുമങ്ങളും ധാന്യം വിളഞ്ഞ പാടങ്ങളും ഈ ഗ്രാമത്തിൻ്റെ മാറ്റുകൂട്ടുന്നു. ഗ്രാമീണ നിഷ്കളങ്കതയും വിശുദ്ധിയുടെ പരിവേഷവും അവിടെ നിന്നും നിറഞ്ഞു കാണാം. ഉത്തമ കലാകാരന്റെ തൂലികയിൽ തെളിയുന്ന ഒരു സുന്ദര സ്വപ്നം പോലെ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സുന്ദര സ്വപ്നം. അന്നും പതിവ് പോലെ ഉദയസൂര്യന്റെ കിരണങ്ങളേറ്റ് പ്രഭാതം പൊട്ടിവിടരുന്നു. മന്ദമാരുതന്റെ തലോടലേറ്റ് പ്രകൃതിയാകെ ഉന്മേഷഭരിതമായി. വിടരുന്ന പൂക്കളുടെ നർമ്മണം അവിടമാകെ നിറഞ്ഞു നിന്നു. നീലാകാശം ആ സുന്ദര ഗ്രാമത്തിന് കുടപിടിച്ചു. ഇന്നേ ദിവസം ആ ഗ്രാമവാസികൾക്ക് ഏറെ വിശിഷ്ടമാണ്. കാരണം ഇന്നാണ് അവരുടെയൊക്കെ കണ്ണിലുണ്ണിയായ ഗ്രാമീണ കന്യകയുടെ വിവാഹം. നാറൊട്ടുക്ക് വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുന്ന ബന്ധുക്കളും അടുത്ത മിത്രങ്ങളും നേരത്തെ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. നടപ്പാതയും മുറ്റവും വീടുമൊക്കെ തോരണങ്ങളാലും പൂക്കളാലും വൃത്തിയായി അലങ്കരിച്ചിരിക്കുന്നു. വിവാഹപ്പന്തലിൽ മോടിയാർന്ന വസ്ത്രങ്ങളണിഞ്ഞ് വധൂവരന്മാർ ഇരിക്കുന്നു. വിവാഹപ്പന്തലാകെ ക്ഷണിക്കപ്പെട്ട അതിഥികളെ കൊണ്ട് നിറഞ്ഞു തുടങ്ങി. എങ്ങും ഉത്സാഹം, ആനന്ദം. ഗൃഹനാഥനും കൂട്ടരും അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലാണ്. വെള്ളം കൊണ്ടുവരും. ഇവരുടെ കൈകാലുകൾ കഴിയട്ടെ. ശരിയാ, നമ്മളെ തമ്മിൽ കണ്ടിട്ട് ഒത്തിരി നാളായി. ഞങ്ങളിപ്പോ സമരിയയിലാണ് താമസിക്കുന്നത്. മക്കളൊക്കെ എവിടെ? മോളെ മാത്രം കണ്ടല്ലോ. മോൻ എവിടെ പോയി? മോൻ ഇവിടെ എങ്ങാണ്ടുണ്ടായിരുന്നു. മറ്റു പിള്ളേരുടെ കൂടെ കളിക്കുന്നുണ്ടാവും. വേഗം വന്നേ, അവരതാ വരുന്നു. ഗുരു കൂട്ടരെ, വേഗം നടക്ക്. ഭക്ഷണമൊക്കെ ഇപ്പൊ തീർന്നു കാണും. യുവദാസിന് വയറ് വിശക്കുന്നു. ഇങ്ങനെ ഒരു ശാപ്പാടിനാണ് ഒന്ന് അടങ്ങിയിരിക്കും. എവിടെ ശാപ്പാടുണ്ടോ അവൻ വേഗം നടക്കും. വല്ല പ്രാർത്ഥനയ്ക്കോ ധ്യാനത്തിനോ ആണെങ്കിൽ ഇപ്പം നടക്കാനും വയ്യ. തിരക്കുമില്ല, പറ്റിയാൽ ഒഴിവാക്കുകയും ചെയ്യും. നിന്റെ സ്വഭാവം ആർക്കും യുവദാസിനെ അറിയില്ലാത്തത്. പത്രോസ്, നീ ആക്രി കാണിക്കാതെ കൈ കഴുകിയിട്ട് തിരണം കേട്ടോ. ഒന്നവിടെ എത്തട്ടെ, ഞാൻ എല്ലാം കണ്ടിട്ട് വിശ്വസിക്കും എന്താ ഉള്ളതെന്ന്. ഓ എന്റെ തോമ, ഇങ്ങനെ ഒരു അല്പവിശ്വാസം. നിങ്ങളൊന്ന് അടങ്ങ്, മിണ്ടാതിരിക്കും. ഗുരുവിനെ ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. നന്നായി പെരുമാറാൻ ശ്രമിക്കുക. ഓ, ഒരു ഗുരുവിന്റെ വാത്സല ശിഷ്യൻ. ആരാ ഇവരൊക്കെ? അത് മറിയവും മകൻ യേശുവും, പിന്നെ യേശുവിന്റെ ശിഷ്യന്മാരും. നസ്രത്തുകാരാണ്. ഓ, ഇവരുടെ സുഹൃത്തുക്കളാണല്ലേ? ഞാൻ കേട്ടിരിക്കുന്നു എന്തോ വലിയ അറിവുണ്ടെന്നും ദൈവശാസ്ത്ര പണ്ഡിതനാണെന്നും ഒക്കെ. ഒന്ന് നേരിൽ കാണാനായല്ലോ. ഇവർക്ക് നല്ല വീഞ്ഞു കൊടുക്ക, നല്ല പഴവർഗ്ഗങ്ങളും. യജമാനെ, ഒരു കാര്യം പ്രവർത്തിക്കാനുണ്ട്. നമ്മുടെ വീഞ്ഞ് തീർന്നു. എന്ത്? ഇത്ര പെട്ടെന്നോ? നീ ശരിക്കും നോക്കിയോ? ഒട്ടും ബാക്കിയില്ലേ? ഇല്ല യജമാനെ, ഞങ്ങൾ ശരിക്കും നോക്കിയതാണ്. ആയിരിക്കുന്ന കൽഫരണികൾ നിറയെ ഉണ്ടെന്നാണ് അടിയങ്ങൾ കരുതിയത്. കഷ്ടം. ഞാനിനി എന്ത് ചെയ്യും? വിരുന്ന് പാതിയായി നിൽക്കുന്നു. വിരുന്നുകാരോ ഏറെയുണ്ട്. അങ്ങേക്ക് എന്ത് പറ്റി? എന്തെങ്കിലും കുഴപ്പം, വിഷമം വല്ലതുമുണ്ടോ? വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. ഇപ്പോഴാണ് അത്ര അറിഞ്ഞത്. വിളമ്പാൻ ഇനി ഒരു തുണി ബാക്കിയില്ല. നാം ഇനി എന്ത് ചെയ്യും?
നീയാണ് എൻ്റെ ആശ്രയം. മകനെ, ഗുരു, അമ്മ വിളിക്കുന്നു. മകനെ, ഇവരുടെ വീഞ്ഞ് തീർന്നു പോയിരിക്കുന്നു. സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആഗതമായിട്ടില്ല എന്ന് നീ അറിയുന്നില്ലേ? എന്നാലും ഇവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. ഇവയെല്ലാം വക്കുവരെ വെള്ളം നിറയ്ക്കുവിൻ. എല്ലാ ഭരണികളും നിറഞ്ഞു. ആബാ പിതാവേ, അങ്ങേ പുത്രനെ മഹത്വപ്പെടുത്തേണമേ. വീഞ്ഞ് പകർന്ന് കലവറക്കാരനെ ഏൽപ്പിക്കും. ഇത്രയും നല്ല വീഞ്ഞ് നീ അവസാനം വരെ സൂക്ഷിച്ചു വെച്ചോ? സാധാരണ എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പും, മത്ത് പിടിച്ചു കഴിയുമ്പോൾ താണു തരവും. നീ അങ്ങനെ ചെയ്തില്ല. നല്ല കാര്യം, വളരെ നല്ലത്.